എല്ലാവർക്കും സുഖം തന്നെയല്ലേ. ഇന്നത്തെ സ്പെഷ്യൽ ഒരു ചെറുപയർ ഉലത്തിയതാണ്. ഇത് എല്ലാവർക്കും അറിയാവുന്ന ഒരു റെസിപ്പിയാണ്. എങ്കിലും ഇതിൻ്റെ പിന്നിൽ എനിക്കൊരു നൊസ്റ്റാൾജി ഉണ്ട്, അത് ഞാൻ പറയാം. വീട്ടിലെ അല്ലറ ചില്ലറ പണികൾക്ക് ശേഷം നല്ല വിശപ്പ് തോന്നി. വിൻ്ററൊക്കെ അല്ലേ, തണുപ്പത്തു നിന്ന് കയറി വരുമ്പോൾ ചെറു ചൂടോടെ എന്തെങ്കിലും കഴിക്കാൻ ആർക്കാണ് ഇഷ്ടമല്ലാത്തത്. എനിക്കും തോന്നി നല്ല ചൂട് കഞ്ഞിയും പയറും കഴിക്കാൻ. അതുമാത്രമല്ല, ഇതെനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഭക്ഷണമാണ്. ഓർക്കുന്നുണ്ടോ, പണ്ട് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ചൂട് കഞ്ഞിയും ചെറുപയർ ഉലത്തിയതും കൂട്ടുകാരോടൊന്നിച്ചിരുന്ന് കഴിച്ചത്? അതൊരു കാലമായിരുന്നു. ഉച്ചയാകുമ്പോഴേക്കും വയറ്റിൽ വിശപ്പിൻ്റെ വിളി തുടങ്ങും. അധികം വൈകാതെ തന്നെ പ്യൂൺ ചേട്ടൻ ഉച്ചവെൽ അടിച്ചിരിക്കും. പിന്നെ ഒന്നും നോക്കില്ല, ചോറ്റും പാത്രം എടുത്ത് സ്കൂളിൻ്റെ വരാന്തയിലേക്ക് ഒറ്റ ഓട്ടമായിരിക്കും. പിന്നെ വരാന്തയിൽ അങ്ങ് നിരന്നിരിക്കും ഉച്ചഭക്ഷണം കഴിക്കാനായി. ചിലപ്പോഴൊക്കെ കുട്ടികളായ ഞങ്ങൾ അല്പം തിക്കും തിരക്കും കാട്ടും. പക്ഷേ അധികം വൈകാതെ തന്നെ സ്കൂളിലെ ഹെഡ് മാസ്റ്റർ അവിടെ നിരീക്ഷിക്കാനെത്തും. പിന്നെ ഞങ്ങൾ നല്ല അനുസരണയുള്ളവരായിരിക്കും. ഉച്ചകഞ്ഞി വിളമ്പുന്നത് സ്കൂളിലെ സീനിയർ ചേട്ടന്മാരായിരിക്കും. ഉച്ചകഞ്ഞി കിട്ടിയ ഉടനെ ചിരിച്ചും രസിച്ചും ചൂടുകഞ്ഞി ഊതി ഊതി കഴിക്കും. ചിലപ്പോഴൊക്കെ വയറ് നിറഞ്ഞാൽ പോലും വീണ്ടും ഞങ്ങൾ ചോദിച്ചു വാങ്ങിക്കഴിക്കും, ചൂടുകഞ്ഞിയുടെയും പയറിൻ്റെയും രുചി കൊണ്ട്. അതിൻ്റെ രുചി ഇപ്പോഴും നാവിൻ തുമ്പത്ത് തന്നെയുണ്ട്. ഇനി ഒരിക്കൽ കൂടി കൂട്ടുകാരോടൊന്നിച്ച് സ്കൂൾ വരാന്തയിലിരുന്ന് ഉച്ചക്കഞ്ഞി കഴിക്കാനാകുമോ എന്ന് ഒരിക്കൽ കൂടി ആഗ്രഹിച്ചു പോകുന്നു. ഇവിടെ ഫിൻലാൻഡ് വന്നിട്ട് പോലും ചിലപ്പോൾ നൊസ്റ്റാൾജിയ അടിക്കുമ്പോൾ ഇതുപോലെയുള്ള ഭക്ഷണങ്ങൾ ഉണ്ടാക്കി കഴിക്കുകയാണ് എൻ്റെ പതിവ്.